ഗവർണറെ പേടിപ്പിക്കാനിറങ്ങിയ എസ്.എഫ്.ഐയും CPM-ഉം ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ നടുങ്ങി വിറച്ചിരിക്കുകയാണ്. കാരണം എസ്.എഫ്.ഐയുടെ വെല്ലുവിളി നേരിടാൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 3 ദിവസം കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ തന്നെ. ക്യാമ്പസുകളിൽ കാലുകുത്താൻ ഗവർണറെ അനുവദിക്കില്ലെന്ന എസ്.എഫ്.ഐയുടെ വെല്ലുവിളി നേരിടാൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് സർവകലാശാല സെമിനാർ കോംപ്ലക്സിൽ 18-ന് 2:30 നടക്കുന്ന സനാതന ധർമ്മപീഠത്തിന്റെ സെമിനാറിൽ പങ്കെടുക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. ഡൽഹിയിൽ നിന്ന് 16 വൈകുന്നേരം കോഴിക്കോട് എത്തുന്ന ഗവർണർ സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ താമസിക്കും. പിറ്റേന്ന് വിവാഹ ചടങ്ങുകൾ ഉൾപ്പെടെ ചില പരിപാടികളിൽ പങ്കെടുക്കും. 3 ദിവസം ഗവർണർ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലുണ്ടാകും. പ്രതിഷേധം തുടരുമെന്ന എസ്.എഫ്.ഐ ആവർത്തിക്കുമ്പോഴാണ് ഗവർണറുടെ മറുനീക്കം. ഇതോടെ ഗവർണർക്ക് പഴുതടച്ച സുരക്ഷ നൽകാൻ പോലീസ് നിർബന്ധിതമാകും. തിരുവനന്തപുരത്തുണ്ടായ അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി രാജ്ഭവന് സമർപ്പിച്ചിട്ടില്ല. സിറ്റി പോലീസ് കമ്മീഷണർ എച്ച് നാഗരാജു DGPക്ക് റിപ്പോർട്ട് നൽകും. നേരത്തെ ഗവർണർക്കെതിരെ പ്രതിഷേധത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും സുരക്ഷാ വീഴ്ചയുണ്ടെന്നുമുള്ള റിപ്പോർട്ടുകൾ സജീവ ചർച്ചയായിരുന്നു. ഗവർണർക്കെതിരെ പ്രതിഷേധത്തിന്റെ പേരിൽ നടന്നത് ആക്രമണമാണെന്നും കല്ലെറിയാൻ ഗൂഢാലോചന നടന്നിരുന്നുവെന്നും സുരക്ഷയിലുണ്ടായത് അതിഗുരുതരമായ വീഴ്ചയാണെന്നും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയിരുന്നു. രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും തൊട്ടുതാഴെ Z+ സുരക്ഷയുള്ള ഗവർണർക്ക് കേരളത്തിൽ കൃത്യമായ സുരക്ഷ ലഭിക്കുന്നില്ലെന്നും റിപ്പോർട്ടിലുണ്ടെന്നാണ് വിവരം. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവാണെന്നും കേന്ദ്ര ഏജൻസികൾ വിലയിരുത്തുന്നു. ഗവർണറുടെ വാഹനം തടഞ്ഞു നിർത്തി ചില്ലിലും ബോണറ്റിലും അടിച്ചത് സുരക്ഷാ വീഴ്ചയുടെ ഗൗരവം വ്യക്തമാക്കുന്നു. ഒരിടത്ത് വെച്ച് കല്ലെറിയാൻ ഗൂഢാലോചന നടന്നു. വാഹന വ്യൂഹത്തിന്റെ അടുത്തേക്ക് പോലും ആരും കടന്നുവരാൻ പാടില്ലെന്നതാണ് സുരക്ഷാ പ്രോട്ടോകോളിൽ വ്യക്തമാക്കുന്നത്. ഇതിനിടെ ഗവർണറുടെ വാഹനത്തിന് പൈലറ്റ് പോയ പോലീസ് വാഹനം വേഗം കുറച്ചതും പോലീസുകാർ വാഹനത്തിൽ നിന്നിറങ്ങിയതും എസ്.എഫ്.ഐക്കാരായ പ്രതിഷേധക്കാർക്ക് അനുകൂലമായെന്ന് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ. പൈലറ്റ് വാഹനം വേഗം കുറച്ചത് ഗവർണറുടെ വാഹനത്തിന്റെ വേഗം കുറയുന്നതിനും സമരക്കാർക്ക് വാഹനത്തിൽ അടിക്കുന്നതിനും അവസരമുണ്ടാക്കി. ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന CCTV ക്യാമറ ദൃശ്യങ്ങൾ സംഭവം നടന്നതിന് സമീപത്തുള്ള ഹോട്ടലിൽ നിന്ന് പോലീസ് ശേഖരിച്ചു. എന്നാൽ പ്രതിഷേധക്കാർ ചാടി വീണതിനാലാണ് പൈലറ്റ് വാഹനത്തിന് നിർത്തേണ്ടി വന്നതെന്ന വിശദീകരണം പോലീസിൽ നിന്നുണ്ട്. ഗവർണർക്ക് നേരെ പ്രതിഷേധമുണ്ടാകുമെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയ 3 ഇടങ്ങളിലും കനത്ത പോലീസ് വിന്യാസമുണ്ടായിരുന്നു. സർവകലാശാല ലൈബ്രറിക്ക് സമീപം ഹോട്ടലുകളുള്ള ഭാഗത്ത് പ്രതിഷേധമുണ്ടാകുമെന്ന മുന്നറിയിപ്പില്ലാതിരുന്നതിനാൽ അവിടെ കൂടുതൽ പോലീസ് വിന്യാസമുണ്ടായില്ല. അടിപ്പാതയുടെ തുടക്കത്തിലും സർവകലാശാലയ്ക്ക് മുന്നിലും യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിലുമായിരുന്നു പോലീസ് കൂടുതൽ ശ്രദ്ധിച്ചത്. ഗവർണറുടെ യാത്രാപാത സംബന്ധിച്ച് കൃത്യമായ അറിയിപ്പുണ്ടായിട്ടും കാര്യമായ രീതിയിൽ സുരക്ഷയൊരുക്കാൻ പോലീസിനാകാത്തത് വീഴ്ചയായി കണക്കാക്കുന്നു. ഇക്കാര്യം സംബന്ധിച്ച റിപ്പോർട്ട് പോലീസ് മേധാവിക്ക് ലഭിച്ച ശേഷമായിരിക്കും കൂടുതൽ നടപടി. എസ്.എഫ്.ഐക്കാർ പ്രതിഷേധം തുടരുമെന്ന് അറിയിച്ച സാഹചര്യത്തിൽ ഗവർണറുടെ സുരക്ഷ വർദ്ധിപ്പിക്കും. കൂടുതൽ കമാൻഡോകളെയും മറ്റും നൽകുന്നത് സംബന്ധിച്ച് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അടുത്ത ദിവസം രാജ്ഭവൻ അധികൃതരുമായി ചർച്ച നടത്തും. സംസ്ഥാന ചീഫ് സെക്രട്ടറി, പോലീസ് മേധാവി എന്നിവരോട് ഗവർണർ റിപ്പോർട്ട് ചോദിച്ചിരുന്നെങ്കിലും അത് നൽകിയിട്ടില്ല. ഡൽഹിയിലേക്ക് പോയ ഗവർണർ 16-ന് കോഴിക്കോട് എത്തുമ്പോൾ 18-ന് കാലിക്കറ്റ് സർവകലാശാലയുടെ സെമിനാർ കോംപ്ലക്സിൽ നടക്കുന്ന പരിപാടിയിലടക്കം പങ്കെടുക്കുമെന്ന് കൃത്യമായി പറയുമ്പോൾ വരും ദിവസങ്ങൾ സംസ്ഥാന സർക്കാരിന് ഒരുപാട് ചോദ്യങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക.